അവയവ കച്ചവടത്തിൽ ഗൂഢാലോചന നടന്നത് സ്റ്റെമ ക്ലബിലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. പ്രതി മധുവിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ടൂറിസം സ്ഥാപനമാണ് സ്റ്റെമ ക്ലബ്. അവയവ റാക്കറ്റിന് രാജ്യാന്തര ബന്ധമുള്ളതിനാൽ വിപുലമായ അന്വേഷണം വേണമെന്നും പോലീസ്. വിവരങ്ങളുമായി ഷപ്ന സിയാദ് ചേർന്നു. ഷപ്ന, ഈ മധു ഇതിൽ പ്രധാന കണ്ണിയാണ്, സൂത്രധാരൻ എന്ന നിലയ്ക്കാണ് പോലീസിന്റെ അന്വേഷണങ്ങളിൽ നിന്നും നേരത്തെ വ്യക്തമായത്. ഇപ്പോൾ ആ ഗൂഢാലോചന നടന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റെമ ക്ലബിലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ പറയുന്നു. എന്തെല്ലാം തെളിവുകളാണ് കോടതിയിൽ ഇയാൾക്കെതിരെ പോലീസ് നിരത്തുന്നത്? ഒപ്പം ഇയാളെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ എന്തുവരെയായി എന്ന് പോലീസ് വിശദീകരിച്ചോ? ലക്ഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ ജാമ്യാപേക്ഷയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് വിശദീകരണം നൽകിയിട്ടുള്ളത്. നെടുമ്പാശ്ശേരി പോലീസ് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് ഇത് രാജ്യാന്തര ബന്ധമുള്ള അവയവ റാക്കറ്റാണ്. ഇത് വിപുലമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇരകളെ സ്വാധീനിച്ച് നിയമപരമായി അനുവാദമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അവയവദാനത്തിന് സന്നദ്ധരാക്കിയിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. അതുപോലെ ഇവര് ഇറാനിലേക്ക് കടത്തി അവിടെ നിന്ന് അവയവങ്ങൾ വിൽപ്പന നടത്തി സ്വീകർത്താവിൽ നിന്നും വലിയ തുക വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുകയും എന്നാൽ ദാതാക്കൾക്ക് നൽകാതെ വഞ്ചിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഈ കേസിലെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്ന സജിത്ത് എന്ന പ്രതി ഒന്നാം പ്രതിയായ മധു ജയകുമാറിനും അടുത്ത ബന്ധമുണ്ട്. മധു ജയകുമാറിനും ഏജന്റുമാർക്കും ദാനം ചെയ്യുന്നവർക്കും ഇടയിൽ പ്രവർത്തിച്ച ആളാണ് ഈ സജിത്ത് ശ്യാം എന്ന് കോടതിയിൽ പോലീസ് വിശദീകരിക്കുന്നു. ബാങ്ക് രേഖകളും ഫോൺ വിശദാംശങ്ങളും പരിശോധിച്ചതിൽ നിന്ന് ഒന്നാം പ്രതിയുമായുള്ള സജിത്തിന്റെ ബന്ധം വ്യക്തമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാം പ്രതി നടത്തുന്ന ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ടൂറിസം സ്ഥാപനമായ സ്റ്റെമ ക്ലബിന്റെ പേരിൽ ഈ സജിത്തിന് തുക കൈമാറിയതിന്റെ രേഖകളുണ്ട്. അത്തരത്തിലുള്ള രേഖകൾ പോലീസിന് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നെടുമ്പാശ്ശേരി പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഇടപാടുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നിരുന്നത് എന്ന ഒരു വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നു. വാടക കരാറിൽ സാക്ഷി ഹർജിക്കാരനാണ്, അതായത് ഈ സജിത് ശ്യാമാണ്. അതിൽ നിന്ന് തന്നെ ഇടപാടുകളെ കുറിച്ച് ഹർജിക്കാരന് മുൻകൂട്ടി അറിയാമായിരുന്നു എന്ന് കരുതേണ്ടി വരും എന്നാണ് പോലീസ് പറയുന്നത്. ഏറെ ഗൗരവമുള്ള ഒരു കേസാണ്. ഇതിന് പിന്നിൽ വലിയ റാക്കറ്റിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ വിപുലമായ അന്വേഷണം ആവശ്യമുണ്ട്. ഒന്നാം പ്രതി ഇനിയും പിടികൂടാനുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സജിത്തിന് ഇപ്പോൾ ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യമാണ് നെടുമ്പാശ്ശേരി പോലീസ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഷപ്ന സിയാദാണ് ഹൈക്കോടതിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.